പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നീക്കും. എന്റെ കർത്താവിനെ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരൊത്തു വലമ്പാകേ. കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുയരം നൽകുന്നു. ആകാശവും ഭൂമിൻ്റെതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരായ കീർത്തനങ്ങൾ പാടും പ്രധാനരുടെ പാപങ്ങൾ സന്തോഷവരാണ് നിത്യം കർത്താവേ. നിൻ ശൂന്യതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാവരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവൻ ഉദിക്കുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാവാപുത്രൻ റൂഹായേ മുതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതലേ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമേ പാപങ്ങൾ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ എന്റെ കരുണയാണ് അനുഗമിക്കുന്ന പാപങ്ങളുമായി ചന്ദ്രന്മാരുടെ മകനീയമായ സഹായിക്കുമാറാവട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കും. ആകാശനും ഭൂമിയിലും സർവനാഥനും ജീവന്റെ കാരണാത്മാവിന്റെ പ്രത്യാശനിയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കും. മനുജന് ജന്മം ഉന്നതനാമിശികാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും മതമുണരാൻ വരമരുടേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാമൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മരിച്ചവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവിനെ ഞാൻ വിളിക്കുന്നു. കർത്താവേ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാവമോൻ എന്റെ പക്കലാവുന്നുവല്ലോ. കർത്താവ് ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാവുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു. കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. രക്ഷയും അവന്റെ പക്കലാവുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അക്കാലത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദദാസനർപ്പിച്ച കർത്താവേ, ആശുദ്ധ മകനീയമായ നീതിദാസനെ വിളിക്കുന്നവരെ ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നതിന് കരുണ നിജമതി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്ന ഞങ്ങളുടെ ദയാപൂർവ്വം പരിപാലിക്കണമേ.
ഉത്ഥാനം പ്രതിവിധി മരണോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ കുരിശിനടയാളത്തോടെ പ്രത്യക്ഷനാകുകയും സുബിരാജിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ച രക്ഷകരായി കബറുടെ ഉയർത്തുകയും ദുഷ്ടജനപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിന്റെ സജ്ജമാകട്ടെ. സ്വർഗരാജിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ജെയിംസിനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന്റെ വഴിയാനുഗ്രഹത്തിൽ വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വാസലാത്മാവ് ദൈവാനുഗ്രഹത്താൽ സ്വത്ത് പ്രവേശിക്കാനിടയാവട്ടെ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാകണം. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വസ്തികർത്താവങ്ങയുടെ സ്ത്രീയിൽ അനുഗ്രഹിക്കപ്പെട്ടതാവും നമ്മുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസലാത്മാവോട് ദൈവാനുഗ്രഹത്താൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. അന്നു വേണ്ട ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശ്വാസലാത്മാവോട് ദൈവാനുഗ്രഹത്താൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. അന്നു വേണ്ട വിശ്വാസലാത്മാവോട് ദൈവാനുഗ്രഹത്താൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മാർന്ന് പറയുമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസലാത്മാവ് ദൈവാനുഗ്രഹത്താൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ ചേർത്താനും രാത്രി മരിച്ചോണ്ടമേ കുറിയുണ്ടാകണമേ. ഞങ്ങളുടെ നാം പൂജിതമാകണം. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടിയ ആഹാരം ഞങ്ങൾക്കണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞാൻ ശിക്ഷിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീയിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. നമ്മുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പീഡാസനെ കുറിച്ചുള്ള ശക്തി എല്ലാ ഭാവങ്ങളും പ്രത്യേകിച്ചതിനാരും കരുണയായിരിക്കണമേ. പിതാവും മുതൽ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
കാണുവാണെങ്കിൽ കുർബാന തുടങ്ങാറായി അടയ്ക്കാൻ പോകണേ. വെക്കണം എന്ന് പറഞ്ഞു പുറത്തോട്ടും വെക്കണം.
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ദോഷമായി ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ. ജീവിതത്തിൽ ഒന്നുവേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൽ മോടി പോലെ ക്രൂശിൽ വീഴും മാത്രം മതി. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.
Good evening, everyone. My name is James Vathielil, those who don't know me. I'm the youngest brother of James Vathielil. Today I feel kind of out of place. This is the third time I'm actually standing here the last 6 months. In April it was for my sister, J.C. Chechi. Last month, it was my brother-in-law or co-brother. Right now, the most important piece of the family. The reason why we are all here, you always hear that the Vathielil family, the biggest family. James Vathielil is the reason, he was the reason. He sacrificed a lot of things. So, this is really tough for me to do what I'm doing now. So, I just want to invite Joshi Joseph on behalf of the parish to say a condolence message. By 8:30 we'll be concluding with the family's messages. At 8:30, 9 o'clock we'll have the official service. At 9 o'clock we'll be finishing for tonight. Joshi. Respected John Achen, sisters, families and friends. Last Monday, we lost James Uncle. Today, we are gathered here to pay our homage and prayers for James Uncle. His death has taken away a genuinely warm individual, a loving husband, father, a grandfather, and a good friend to all of us. Around 35 years ago, James Uncle and family relocated to South Florida from Chicago. They became a great support to the Malayali community in this area from the time they came to Florida. Both James Uncle and Elsie Auntie actively volunteered their time to help with parish activities for several years. They gave opportunities to their family members in India to migrate to USA. Those families became the backbone of this parish now. James Uncle also served as an auditor in this parish for a couple of years. I have known him personally. I enjoyed Saturday evening gatherings with him for the last 15 years until the coronavirus issue became hectic. I remember all those good days eating and playing cards together. Every year,
he will give a portion of the mangoes and other fruits from his yard to us. And I know he does that to all of his family members and friends too. When I saw him a few weeks ago in the hospital, he was so energetic and talked about many subjects, including pet activities. A week later, I heard his health became worse. He faced a challenge to his life around 9 years by the way of cancer illness with great courage. He showed how to work through challenging times and to carry everyone along. James Uncle, we love you so much, we will miss you. On behalf of Our Lady of Health Catholic Parish Community and Parish Council, I express our condolences and prayers to the grieving family, especially to Elsie Andy, Jerry, Jamie, Jelena and Arun. Let God give you all the support to overcome this difficult situation in your life. May God bless you. Thank you. We are as a family, we are 8 of us. So tonight we will hear from each family. At least someone is representing each family saying a few words. So I will start from the top. From Jonathan's side, please, James Vathielil, please come. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ കുടുംബത്തിന് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്തൊരു നഷ്ടമാണ് ജെയിംസിൻ്റെ വിയോഗം. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഞാനുൾപ്പെടെ എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസ്, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബം, മക്കളുടെ മക്കള് അങ്ങനെയായിട്ട് ഒരു 100-ൽ പരം ആളുകൾ ഈ നാട്ടിൽ ഇവിടെ എത്തിച്ചേർന്നത് ആ മനുഷ്യൻ്റെ വലിയ മനസ്സുകൊണ്ടാണ്. അദ്ദേഹം ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ നഷ്ടം സഹിക്കാനുള്ള ശക്തി എൽസിയാനിക്കും വില്ലേജിക്കും ബാക്കി സഹോദരങ്ങൾക്കും ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ Jerry, Jamie and Jelena, I know exactly what you were going through because I lost my dad 3 years ago. And I know there's nothing I can say today that's going to make you feel better. And all I can do is, I hope that you gather the courage, the 3 of you, so you can take care of your mom. But knowing your mom and knowing the strong woman she is, she will probably end up taking care of all 3 of you. Again, all I can do is pray for James Single today and know that he is not suffering anymore and that he is happily in heaven with my dad, JC Andy, and Apachin. Thank you. Jonathan കഴിഞ്ഞാൽ അടുത്തത് ജെയിംസ്. We're going to hold down to Jerry is going to represent James Uncle. Just maybe after a few more rounds. So next is JC Chechi. JC Chechi ഞങ്ങളെ വിട്ടുപോയിട്ട് 6 മാസമാകുന്നു. JC Chechiയുടെ ഫാമിലിയിൽ നിന്ന് പ്ലീസ് Gina, please come forward. JCയുടെ ഫാമിലിയിൽ നിന്ന് ഞങ്ങളുടെ ഏറ്റവും മൂത്ത അളിയൻ ജോയിച്ചേട്ടൻ തന്നെയാണ്. ജോയിച്ചേട്ടൻ പ്ലീസ് കം ഫോർവേഡ്.
ജെയിംസിനെ കീഴടക്കി. ജെയിംസ് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. മരണം ഒരു അനിവാര്യതയാണ്. അതിനെ മറികടക്കാൻ നമുക്കൊരായുധതയുണ്ട്, നമ്മുടെ ഓർമ്മകൾ. പൊളിമങ്ങാത്ത ജെയിംസിനെ പറ്റിയുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നു. 46 വർഷത്തെ ബന്ധവും പരിചയമാണ് എനിക്ക് ജെയിംസുമായിട്ടുള്ളത്. ആ ഇത്രയും വർഷങ്ങളുടെ 100 കണക്ക് ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഏറ്റവും ആദ്യമുള്ള ഏറ്റവും പഴക്കം ചെന്നൊരു ഓർമ്മ ഞാൻ നിങ്ങളുമായി, ഒരു ഓർമ്മ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. 1976 അവസാന മാസങ്ങളിൽ ജെയിംസ് എറണാകുളത്തെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫീസിൽ ജോലിയായിരുന്ന സമയത്ത് ബാലൂർ റോഡിലുള്ള ആ ഓഫീസിലേക്ക് ഞാൻ ചെല്ലുകയുണ്ടായി. ഞങ്ങൾ സംസാരിച്ച് പിരിയാൻ തുടങ്ങിയപ്പോൾ ജെയിംസ് പറഞ്ഞു, നമുക്ക് പുറത്ത് പോകാം, നമുക്കൊരു ടെക്സ്റ്റൈൽ കടയിൽ പോകാം, കുറച്ച് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും ജെയിംസും കൂടെ സൗത്തിലുള്ള ബോംബെ ടേക്കിൻ്റെ ഷോറൂമിൽ പോയി. ജെയിംസ് എനിക്ക് വേണ്ടി പാൻറ്റും ഷർട്ടും സെലക്ട് ചെയ്തു. തൊട്ട് നിർവശത്തുള്ള സിനിമ ജോസ് പ്രകാശിൻ്റെ JP ടൈലറിംഗ് കടയുണ്ട്, ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. അവിടെ പോയി തയ്ക്കാൻ കൊടുത്തു. അപ്പോൾ അന്ന് മുതലാണ്, 4 വർഷമായിട്ട് എനിക്ക് ജോലിയായിരുന്നെങ്കിൽ അന്ന് ആ അവസരത്തിലാണ് ഞാൻ പാൻസ് തയ്ക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു കരുതലും ഒക്കെ ഉണ്ടായിരുന്നൊരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇതിലൊന്നുമല്ല, എല്ലാവരും നമ്മൾ അനുഭവ സ്നേഹം, പിന്നെ ഓർമ്മബുദ്ധി, ഏത് കാര്യങ്ങളും പഠിച്ച് തീരുമാനിക്കാനുള്ള ആ ഒരു വാസനയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ അടക്കം ധാരാളം ഫാമിലികൾ ഈ കോൺസ്റ്റിറ്റ്യൂൻസിൽ പാർട്ടിക്കാരും ജെയിംസിൻ്റെയും എൽസിയുടെയും സഹായത്താൽ അന്ന് ഉന്നത നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വേറൊരു കാര്യം, ജെയിംസ് എൽസിയുടെയും സർക്കാർ നിങ്ങളുടെ അവരുടെ വീടുകളിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാവുന്നൊരു പ്രത്യേക കാര്യമുണ്ട്. നമുക്ക് വേണം, ആ സാധനം വേണമെന്ന് പറയേണ്ട ആവശ്യം അവിടെയില്ല. നമ്മൾ അവിടെ പറയുന്നത് എനിക്കത് വേണ്ട, എനിക്കത് മതി എന്നാണ്. അത്രയുമായ ഒരു സർക്കാർ, ഒരു ആതിഥ്യം അവരുടെ വീടുകളിൽ ചെന്നാൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുപോലെ ജെയിംസിനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ ഒന്നും പറയുന്നില്ല. എനിക്ക് അവസാനമായിട്ട് എൻ്റെ പ്രിയ ഭാര്യ ജെയ്സിയുടെ പ്രിയപ്പെട്ട പുസ്തകാനിക്ക് ഈ ലവ് യു ജെയിംസ്, ഈ മിസ് യു ജെയിംസ്. ആഫ്റ്റർ JC ചേച്ചി ഞങ്ങൾ 5 ആണുങ്ങൾ 3 പെൺമക്കളുമാണ്. JC ചേച്ചി കഴിഞ്ഞാൽ അടുത്തത് ജേസപ്പ ചേച്ചിയാണ്. ജേസപ്പ ചേച്ചിയുടെ ഫാമിലിയിൽ നിന്ന് പ്ലീസ് അനീഷ് say a few words. Good evening, everyone. When I think about James Uncle, a few words come to my mind. He was very kind, intelligent, caring, honest, and most of all, he was a great leader for this family. As you kind of heard, without his sacrifices, I would not be standing here today, just like a lot of us. So I thank him for all the opportunities he's provided to this entire family. As I said, he was a great person that sacrificed everything for his family. Very strong willpower, and he was very stern in his beliefs. Almost always, he accomplished anything that he put his mind to. You know, and he was a role model for a lot of us. We all know he loved talking about politics. But, you know, one of the qualities I remember mostly about him is that he wasn't really into getting into arguments, but he always made you feel like comfortable for you to express your views. And was also always respectful to kind of consider the other side. You know, in these few years, when COVID and everything happened,
it was hard for me to come and see him, but every time I came to Florida, I would kind of make it a priority to go and see him, just to see how he's doing. And I know he was going through a lot of pain, but as soon as you walked into the door, he pretty much dropped everything he did. And he would have a whole pile of mail and things that are, he was always be sitting by the dining table, opening one by one, and you could just see, he would just drop everything and he would be like, "Hey, Eddie, what are you doing? What's going on? How's everything?" It was almost like he never missed a beat. He always was very interesting to know, what you're up to. And the funny thing was he would always go and find something that he just picked from his yard, right? And he would cut it up, even through all this pain that he was going through. And he would say, "Eat this mango," or sometimes it was papaya, even though he knew I didn't really like papaya, or chamanya, or passion fruit. But really, I think what he did is he found joys through. He found joy by feeding us, and really all his hard work and enjoying others. Kind of really enjoying others in their company when they were at his house. I can tell he really loved all of us. He was so caring, and you never really felt like you missed a beat when he saw you. And that's really what I see in all of my cousins as well. Jared, James, Jelena, we don't see each other all the time, but as soon as I see you guys, you guys are really just an example of how James Uncle was, and that's the trait that he's passed on to you guys. You guys are always willing to help without ever expecting anything from any of us, and that's a great quality for this family. And I'm really honored to have known him, and I know we'll all really miss him. And Elsie Auntie, you're probably one of the toughest women I've ever known. You're one of my favorite people in this entire world. And I hope that God gives you the strength in these few days to get through this. We as family members, we're all here. And James will look through all of you guys. God bless. Thank you. Also, just about one more thing to add. James was, or our coach, he was doing all those things, serving food and giving all the things. But Elsie Chechi was on the same page all the time. She actually completed James in every aspect of life. So sometimes when we go there, if James is not there, Elsie Chechi will do exactly the same. We never leave that home empty-handed. Sometimes I tell them, I don't want this much, especially mangoes or vegetables, but that's like a must. We have to take it. Only it comes from his heart. So, ഇവിടെ ഞങ്ങളൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും അവിടെ നിന്നുള്ള വളം വലിച്ചെടുത്താണ് എല്ലാവരും വലിയ വലിയ വൃക്ഷങ്ങളും മരങ്ങളെല്ലാം ആയിരിക്കുന്നത്. നെക്സ്റ്റ് വി ഹാവ് ജെയിൻ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് ജാക്ക്. Please come forward. Hello everyone, I'm Jack. James' younger brother is James' son. I'll always remember Uncle as someone who paved the way for our family to be in this great nation. He always gave us sound advice in every aspect of our lives. You could always go to him. Ask me about anything you need to, and we'll lead you in the right direction. We had the opportunity to stay at James Vathielil's house for the first 8 months when we came from India.
throughout those 8 months, we learned a lot from him. He showed us, how to grow in this country, and what should be done and what steps we should take. Although he was a hard worker and a family man, and he loved the outdoors. He led the family at a very young age from our humble beginnings in Badminton alongside our Papa Jim. His love, guidance, and warm smile will truly be missed. Our family gatherings and celebrations will not be same without Uncle. We love you, Uncle, and you will forever be in our hearts. Thank you. After the injury, Joshi Chetan, ഞാനും ജാൻസി ചേച്ചിയുമാണ് 1988 ആദ്യ പീസായിട്ട് വന്നത്. ഞങ്ങളാണ് ആദ്യം അവിടുത്തെ ഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങിയത്. എല്ലാം ജോഷി ചേട്ടൻ representing his family, he's going to speak himself. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ജോഷി. ഞാൻ കൊച്ചേട്ടൻ്റെ ബ്രദറാണ്. ഞങ്ങൾ കൊച്ചേട്ടനാണ് ജെയിംസ് ചേട്ടനെ കൊച്ചേട്ടനാണ് വിളിക്കുന്നത്. ഞങ്ങൾ 8 മക്കളാണ്. അതിൻ്റെ രണ്ടാമത്തെ ആളാണ് കൊച്ചേട്ടൻ. 2 പേരെ ദൈവം വിളിച്ചു. ഇപ്പോൾ കൊച്ചേട്ടനെ സുഭാഷിതങ്ങളിൽ പറയുന്നുണ്ട്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു എന്നാണ്. അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. അത് ഒരിക്കൽ കൂടി ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവഹിതത്തിന് വിധേയരാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ടാമത്തെ ആളാണ് കൊച്ചേട്ടനെങ്കിലും എല്ലാ കാര്യത്തിലും ഒന്നാമതാണ്. ശരി, എങ്ങനെ ഒരു പടി കൂടെ മെച്ചപ്പെടണം, അല്ലെങ്കിൽ എങ്ങനെ ആണ് അടുത്ത പടിയിലേക്ക് കടക്കുന്നത് എന്നെപ്പോഴും ചിന്തിക്കുക മാത്രമല്ല, പരിശ്രമിക്കുകയും അതെങ്ങനെ നേടിയെടുക്കാമെന്ന് പല രീതിയിൽ പഠിക്കുകയും ഒക്കെ ചെയ്തത് ഒരാളായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു പ്രശ്നത്തിന് ഇതുപോലെ ചിന്തിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. എന്ത് പ്രശ്നത്തിനും എന്ത് ചോദ്യത്തിനും കൊച്ചിൻ്റെ ട്രാൻസ്ഫർ അധികാരം. സഹോദരനും അല്ലെങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അതുപോലെ ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും ഒരുപോലെ ഉയർന്നു വരണമെന്ന്, അവർക്ക് ആർക്കെങ്കിലും ഒരു നന്മ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാവുന്ന കാണുമ്പോൾ അത് എപ്പോഴും എടുത്തു പറയുന്നു. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കൊച്ചേട്ടൻ്റെ അല്ലെങ്കിൽ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അഭീഷണത്തിന് അതേ രീതിയിൽ നമ്മൾ ഉയർന്നില്ല കുഴപ്പം പറയുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു നെടുന്തൂൺ എന്ന് പറയുന്ന പോലെയായിരുന്നു. നാട്ടിൽ അപ്പച്ചനായിരുന്നെങ്കിൽ ഇവിടെ അത് കൊച്ചേട്ടൻ. നാട്ടില് ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന കാലം
അന്നേരമാണ് എറണാകുളത്ത് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് ജോലി കിട്ടു. അവിടെ ജോലിയായിരിക്കുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ച വൈകിട്ടും വീട്ടിൽ വരുന്നു, തിങ്കളാഴ്ച രാവിലെ പോയി. അതാണ് പതിവ്. ഈ സമയത്ത് പോലും വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ടതൊക്കെ ചെയ്യുകയും പോകുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയും. അങ്ങനെ ഓവറോൾ ഒരു മേൽനോട്ടം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കല്യാണം കാണുന്നത്. ആ സമയത്ത് LCT അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ കല്യാണം ആലോചിച്ച് നടന്നു. LCT വീട് ഞങ്ങളുടെ വീടും തമ്മിൽ ഒത്തിരി ദൂരമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കല്യാണം നടന്നു. ആ മാസം കൊണ്ട് അന്നൊക്കെ നേരത്തെ പോരാൻ പറ്റുമായിരുന്നു. മാസം കൊണ്ട് അമേരിക്കയിൽ വരുമോ? വന്നത് ഷിക്കാഗോയിലൊക്കെ വന്നു. അവിടെ വന്ന് സിയേഴ്സ്, ഇന്നിപ്പോൾ സിയേഴ്സിൽ അവിടുത്തെ വലിയ കമ്പനി, അവിടുത്തെ ഒരു ബിസിനസ് ഇവിടെ കൊണ്ട് അവിടെയാണ് ജോലി കിട്ടിയത്. അവിടെ ജോലി കിട്ടിയപ്പോഴും എങ്ങനെ ഇതിലും നല്ല ജോലി ഇതിലേക്ക് പോകണം, ഒരു പടിയും കൂടെ എങ്ങനെ മെച്ചപ്പെടണം എന്ന ഒരു അന്വേഷിക്കുകയും പഠിക്കുക. അതനുസരിച്ച് പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ കയറിയാൽ നല്ലതാണെന്ന് പറയും. ആരോ പറഞ്ഞ് കേട്ടു. പോസ്റ്റ് ഓഫീസിൽ കയറുകയും അവിടെ ജോലി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സമയത്താണ് അവിടുത്തെ ഈ തണുപ്പും മഞ്ഞും കാര്യങ്ങളും വലിയ ഇഷ്ടമല്ലാത്തതിനാണ് വീണ്ടും അന്വേഷണം തുടർന്നു. അങ്ങനെയാണ് അറിഞ്ഞത് നാട്ടിലെ കാലാവസ്ഥയുടെ ഒരു സ്റ്റേറ്റ് ഇവിടെ അമേരിക്ക കൊണ്ടുവന്നു. അങ്ങനെ ഒന്ന് കാണും. പോസ്റ്റ് ഓഫീസിലായതുകൊണ്ട് ട്രാൻസ്ഫർ ഇട്ട് എളുപ്പമാവുകയും ചെയ്തു. അങ്ങനെ ഇങ്ങോട്ട് വരികയും ചെയ്തു. ഇവിടെ വന്ന് ഇവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഈ എനിക്ക് മക്കള് ജെയ്നി, ജലീന അവരൊക്കെ ഉണ്ടായി. പിന്നെ ഇപ്പം ജലീനയുടെ ഭർത്താവ് അരുൺ, കൊച്ചുമക്കൾ ലൂക്കസ്, ലിയാന, എല്ലാവരും ഒരു സുഖമായിട്ട് കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ താമസം തുടങ്ങിയപ്പോഴാണ് ഈ കൃഷിയിലും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ 1 ഏക്കർ പ്ലോട്ടുകളുണ്ട്, മേടിച്ചാൽ നല്ലതാണെന്ന് അറിയും. അങ്ങനെ പാർക്ക് ലാൻഡിൽ സ്ഥലം മേടിക്കുകയോ വീട് വയ്ക്കുകയോ കൃഷികൾ ചെയ്യുകയോ ഫ്രൂട്ട് ട്രീസും എല്ലാം വെച്ച് പിടിപ്പിക്കുകയോ എല്ലാം ചെയ്ത് അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്ത് അതിൻ്റെ ആനന്ദം കണ്ടെത്തുകയും മറ്റും കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു കാലമായിരുന്നു അതൊക്കെ. ഈ ഇവിടെ കേരള സമാജം ആദ്യമായിട്ട് ഒരു കർഷക മേള സംഘടിപ്പിച്ചപ്പോൾ അതിനകത്ത് കർഷകശ്രീയായിട്ട് അവാർഡ് കിട്ടിയ കൊച്ചാണ്. അതിനെല്ലാം പിന്നിൽ ചേച്ചിയുടെ പരിശ്രമം എല്ലാം ഉണ്ട്. തോളോട് തോൾ ചേർന്ന് എല്ലാത്തിനും ചേച്ചിയുടെ പരിശ്രമം കൂടിയാണ് ഇതെല്ലാം നടന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കൊച്ചേട്ടൻ വന്ന് കുറേ സമയം കഴിഞ്ഞ് നാട്ടിലുള്ളവർക്ക് ഫയൽ ചെയ്യാൻ എപ്പോൾ എലിജിബിളായ ഒരു നിമിഷം പോലും കളയാൻ നാട്ടിലുള്ള ഓരോരുത്തർക്കും വേണ്ടി ഫയൽ ചെയ്യുകയും അങ്ങനെ എല്ലാവരെയും ഒരു സമൂഹം തന്നെ നാട്ടിൽ നിന്നോട് പറിച്ചു നിർത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ചേട്ടൻ്റെ ഭാഗത്തു നിന്നും ചേച്ചിയുടെ ഭാഗത്തു നിന്നും എല്ലാവരും സഹോദരങ്ങളെല്ലാം ഇവിടെ എത്തുകയും എല്ലാവരും ഒരു കുറവും കൂടാതെ ഉയർന്ന രീതിയിൽ തന്നെ ഇവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തു.
നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ സാമ്പത്തികമായാലും എന്താണെങ്കിലും ഉപദേശം തരിക മാത്രമല്ല, ഏത് രീതിയിലും സഹായിക്കാനും കൊച്ചേട്ടൻ ഒരു പണിയില്ല. എനിക്കിവിടെ വന്നിട്ട് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ജോലി പഠിക്കുന്ന സമയത്താണെങ്കിലും എന്താവശ്യം ചില ഒരു സ്ഥലമായിരുന്നു. ഇപ്പം ഏകദേശം 9 വർഷം കഴിഞ്ഞു കൊച്ചേട്ടന് അസുഖമാണ് തിരിച്ചറിഞ്ഞു. എല്ലാവർക്കും സങ്കടമായി. എങ്കിൽ പോലും ഇത് ഈ മെഡിക്കൽ സയൻസിനൊക്കെ സയൻസ് ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഈ സമയമായതുകൊണ്ട് കുഴപ്പമില്ല, സുഖമാവും എന്ന ഒരു ധാരണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ചികിത്സ ചെയ്തു. ഇത് 9 വർഷമായപ്പോഴത്തേക്കും അതിൻ്റെ മെഡിക്കൽ സയൻസിനെ രോഗം തോൽപ്പിച്ചുകൊണ്ട് അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ഇത്രയും നാള് പിടിച്ചു നിന്നത് മരുന്നുകൊണ്ട് മാത്രമല്ല, അത് ചേച്ചിയുടെ സാമീപ്യം കൊണ്ടും അതുപോലെ ശുശ്രൂഷ കൊണ്ടും പിന്നെ അതിൽ കൂടുതലായ മനസ്സിൻ്റെ ബലം കൊണ്ടും ധൈര്യം കൊണ്ടും ഒക്കെയാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത്. എന്നാലും കൊച്ചേട്ടന് അറിയാമായിരുന്നു ആ സാധനമൊക്കെ ആയപ്പോൾ എൻ്റെ വീടും കൊച്ചേട്ടൻ്റെ വീടും തമ്മിൽ വലിയ ദൂരമല്ല. ഞങ്ങൾ മിക്കവാറും നടന്നോ അല്ലെങ്കിൽ സൈക്കിൾ കിട്ടിയൊക്കെ മിക്കവാറും ഒക്കെ പോവുകയാണ്. ഒരു പ്രാവശ്യം എന്തോ പറഞ്ഞു വന്നു കൊച്ചേട്ടൻ ബെറ്റി പറഞ്ഞു, സാരല്ല കൊച്ചേട്ടൻ എല്ലാം ശരിയാവും. അപ്പോൾ കൊച്ചേട്ടൻ പറഞ്ഞു എവിടെ ശരിയാവും. ഈ അസുഖം വന്ന അത് ആലയങ്ങളിൽ പോവും. എന്ന് പറഞ്ഞപ്പോൾ കൊച്ചേട്ടൻ്റെ അസുഖത്തെപ്പറ്റി നല്ല ബോധ്യം കൊച്ചേട്ടനുണ്ടായിരുന്നു. എങ്കിൽ പോലും കളിയിലോ ചിരിയിലോ അല്ലെങ്കിൽ തമാശ പറഞ്ഞാലോ ഒന്നും ഒരു കുറവുണ്ടാകുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞാൽ എന്താ ധൃതി അവിടെ ഇരിക്കും. ഓടിച്ചേട്ടൻ എന്താ കഴി ഇരുട്ടായി പോട്ടെ, ഞങ്ങൾ നടന്നാൽ പറഞ്ഞത് സാരമില്ല, വണ്ടി കൊണ്ടുവിടാം. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും അസുഖം കൂടുതലായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ ചേച്ചി വഴക്കറുണ്ട് വരുമായിരുന്നു, എങ്ങനെയെങ്കിലും പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായി. ഏതായാലും മരിക്കുന്നതിന് മുമ്പ് സംസാരിക്കാനും കുർബാനയിൽ പോകാനും എല്ലാ കൂതാശകളും സ്വീകരിക്കാനും ഒക്കെ സാധിച്ചു. അത് അതുപോലെ ഒരു വിശുദ്ധനായിട്ടാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നത്. അതിനുവേണ്ടി പള്ളിയിലും ആശുപത്രിയിലും വന്ന എല്ലാ അച്ഛന്മാർക്കും പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റേഴ്സിനും ഒക്കെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ കൂടപ്പുറപ്പുള്ള
പോലെ കൂടെ നിന്ന ആശുപത്രിയിലും വീട്ടിലെല്ലാം നിന്ന് കടയിലെ മേരി അത് ഓർമ്മയൊക്കെ ഏതാവശ്യം എപ്പോഴും കൂടെയുണ്ടായിരുന്നു. അവരോട് നന്ദി പറയും. പിന്നെ ചേട്ടനെ ചികിത്സിച്ച എല്ലാവരും, ഡോക്ടേഴ്സ്, ഓൾ മെഡിക്കൽ സ്റ്റാഫുകൾ എല്ലാവർക്കും നന്ദി പറയും. ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. അതെനിക്ക് ഈ അവസരത്തിൽ പറയാൻ വളരെ നല്ലതായിട്ട് തോന്നി. ഞാൻ ബലിയായി അർപ്പിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയിലെ കിരീടം ഒരുങ്ങിയിരിക്കുന്നു. നീതിയോടെ വിരിക്കുന്ന കർത്താവ് അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, തൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കുന്ന എല്ലാവർക്കും അത് സമ്മാനിക്കും. ആ സമ്മാനം വാങ്ങിക്കാൻ പോയിരിക്കും. ജെയിംസ് ചേട്ടൻ അമേരിക്കയിൽ വന്നപ്പോൾ ബാക്കി എല്ലാവരും എൻ്റെ കൂടെ പോരട്ടെ, എല്ലാവരും നല്ല ജീവിതം കിട്ടട്ടെ. ഇവിടെ വന്ന എല്ലാവരും ഹി വാസ് ലോണിങ് മണി. നിനക്ക് പൈസ ഇല്ല, നിനക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ പൈസ തരാം, എൻ്റെ പൈസ നീ വാങ്ങും, പിന്നെ തിരിച്ചു തന്നാൽ മതി. എനിക്ക് നല്ല ജോലി കിട്ടി, പോസ്റ്റ് പോയി, നീ പോയി അപ്ലൈ ചെയ്യും. അങ്ങനെ എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇപ്പോഴത്തെ കാലത്ത് ആരാണ് അങ്ങനെ ചെയ്യുന്നത്? എനിക്ക് മാത്രമുണ്ടെങ്കിൽ എനിക്കെല്ലാം വേണം തീരുമാനിക്കുന്നത്. ഇത് ഞങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും റോൾ മോഡലായിട്ടാണ് ജെയിംസ് ഇവിടെ വളർന്നതും ഇവിടെ ഞങ്ങളെല്ലാം വളർത്തിയത്. ജോഷിച്ചേട്ടൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ വന്നെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലം മേടിക്കണമെന്ന് പറഞ്ഞ് ഞാനൊക്കെ വന്നപ്പോൾ അമേരിക്ക എന്ന മോഹം സ്വപ്നം കണ്ടുകൊണ്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തുമ്പെടുത്ത് കളിക്കുന്നത് ജെയിംസിൻ്റെ പറമ്പിലാണ്. എൻ്റെ ഇഷ്ടത്തിനല്ല, അത് ഓരോ ദിവസം ഇത്ര ചെയ്തില്ലെങ്കിൽ അത് കർശനമായിരുന്നു. അതുകൊണ്ട് ഒരു പരിധിവരെ എൻ്റെ ജീവിതത്തിൽ കുറേ ചിട്ടകൾ പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് ജാൻസി ചേച്ചിയുടെ സൈഡിൽ നിന്നും ജിയോ പ്ലീസ് കം ഫോർവേഡ് ജിയോ പ്രകാശ്. What's going on, guys? I don't really have like a speech that flows. I kind of just made like 10 things that memories and things that I know about James Uncle. Of course, the first thing is, as we all talked about, is he always brought food for everybody. Everybody knows he loves to garden, vegetables, fruits, and whether it was mangoes or chaka. Sometimes he would bring it, my mom was saying how he would have work, and then before his shift, he would come and drop it off. Even though, my mom, she didn't want to drive all the way there. He's got like 7 different siblings to drop the stuff off at. Whenever I went there, he'd always like make me eat the mangoes and the chakas, and I felt like every single mango tasted the same, but he would be like, try this, this is a different one, this is a different one. So things like that, that's one memory. We watched a lot of sports whenever I go to their house. It's me, James, Jerry, Angelina. We always talk about politics. It's always a good time. Whatever side you were on, it was always guaranteed to be really fun. When he was going through his cancer, I visited him a few times, and sometimes you couldn't even tell that he was hurting. I'll go there sometimes and talk with him, and then forget to even say hope you feel better or something like that, because he made it seem like he was feeling fine, and I know he was hurting. I hope I can get to that level where
things don't even affect me like that. And as everybody touched on, Uncle taught, my whole family how to do a lot of things when they came to America. Whether it's financial stuff, my sister told me that, whenever anybody needed any advice on anything, they would go to him. And it was new for them, but he was very smart. Mom told me, I don't know if you guys know, but he has, a bachelor's degree in physics. He's a smart guy. I don't really know any physics. And then, that was great because by teaching everybody that is how he transferred, all the knowledge to all the siblings. And then, of course, the biggest blessing is him and Elsie Auntie kind of brought the whole family to the United States. You guys already know, if you know me, I'm as USA as they come, but James Uncle, I can't think of someone that's more, American than James Uncle, true, whatever you want to call it, immigrant dream, whatever, coming here, people didn't really have much, but the whole family's doing good. So, something else is every Thanksgiving, that was like my favorite holiday because all of Elsie Annie's family will come, all of Uncle's family will come, I'll get to see my whole family, it was a great time. It's like once a year, you guys are all sitting here, it's always fun seeing all you guys every year. And James Uncle will give like the speech about the Pilgrims and the history of Thanksgiving. And it was obviously the same story every time, but it was always good every time. And then, what else? I already told you guys he took care of, his siblings. My mom told me when she was young, he would always, check up on her, whether it's like her grades or just anything like that. He was a lot older, so making sure she's, doing good at school, just checking up on her, always giving her food, almost like a father figure in a way. And then I guess that's it. His house was always like the headquarters for the whole family. Whenever you went there, there was always food, guaranteed to see somebody you hadn't seen in a little bit. And it was always a good time. Two things that I'll miss. He gave the best speeches at people's weddings. We're not gonna get to see that ever again, but I'll definitely remember all the funny stuff he would say at speeches. So that was great, and then, he always wanted to see everybody succeed, especially academically, loved seeing people graduate, going on to do good careers, and, one thing I wish is, I wish he could see all of the younger siblings right now in school, in a professional school when they graduate, because I know he would have loved to see that, but I guess he can, from heaven, so that's about it. I'll end it right there. Appreciate you guys coming out. Thank you. If I next is I'm the honest, and I'm the honor. Please, voice and please come forward. Hello everyone. I'm sure that all of us could talk for hours about how many memories we have of James Uncle. Everybody's talking about he's the reason we're all here. I always saw him everyone says we have one of the biggest families here in South Florida, and
I always saw him, he's kind of he was the leader, he was the backbone of her family. I always, back in my head, any struggle we went through as a family, as long as James Sungle's there to, keep our heads up, to make sure we're not upset, that we know that things are going to get better. His speeches, his talks, his advice was always there, no matter what struggle we went through as a family. And at the same time, when we went through good memories during the holidays, Thanksgiving, Christmas, he's also there to remind us what we should appreciate, that we're all here in this country, that we have our health, we're all together. I haven't met many other people where the entire family is only 5 minutes away from each other. We can all walk to each other's house. Sometimes we're around each other too much, maybe. But a lot of memories with James Sungle. He cared about his family a lot, and you can tell, because his door was always open. Like, you can walk into his house any time of the day, even the night, and he always has mangoes for you, or chakabaram, or bananas, or something from his yard. You can call it more of a, much bigger than a normal yard. He has every plant you could think of. And he would even go back a couple of acres just to find something for you if you can't find it in the house. You never leave the house empty-handed. One thing I'll take with me that I've learned from James Sungle was his mental toughness. Not just physically, even when after he became sick, he was still doing work on his land, whether there's a project or planning something, or building something. His mental toughness I'll never forget, because he showed me that you should always show kindness, caring, generosity to others. But at the same time, you should never let anyone push you over. Never let anyone get in the way of where you need to be or where your family needs to be. While you're kind to everyone, when it comes to you and your family, he always stands up and stood up for us. I think that's one thing I'll take with me. I remember when my dad, when he first came, he had one of his first jobs. He said his co-workers were maybe making fun of him or something, maybe making jokes. James Sungle took out of his day to come to his work to make sure none of the co-workers were bothering him again. Yeah, I think he was standing there for hours, standing guard. So that shows how much he cared and wanted to protect his family. We'll miss you, James Sungle. I love you. Now I want to invite James Vathielil's oldest son, Jerry. Jerry's an attorney in California. He's been practicing there for so many years, I don't know how many years. But every time I see Jerry, especially with your shaved head, now I can see James Vathielil in you. Jerry, please come forward. Thanks everyone for coming here. Honey, I also don't like papaya. You make me eat it all the time. Pavika made me eat it, hated it. It's supposed to cure asthma, supposedly. But it was for my own good. Everything he did was for our own good. As I realized as I got older, I wrote this down. I hope you don't mind if I read it, so I don't forget anything. Judge Owen said I'm James's eldest son. It's hard to know where to start first when talking about Dad. You can say that first and foremost he was a family man. He was devoted to his immediate family as a husband, father,
grandfather, to his huge extended family, as a brother and uncle, to his many friends, many who are here today. He's a proud member of this church. We all know that he helped so many people here make the transition from India to the U.S., as people have mentioned already, with his advice and his guidance. He was a mentor to so many people here. I'm sure there's a good chance that's what he ends up being remembered for most, and if so, that's great. That's a wonderful legacy in this community, basically. I don't think anyone can really replace him in that regard. He was a long-time respected supervisor with the Postal Service, where he worked for 30 years. Sometimes he'd bring me to the back area of the post office, where he was working, usually the branch of Coral Springs, where they sorted all the mail. I'd see the people who work with him. And if they had never met me, they'd immediately know I was his son. I'd say, "Oh, you must be James's son." I could just see how much they liked and respected him. That always made me proud. He was a great investor, whether it was real estate or the stock market. I always enjoyed our talks about the market, getting tips from him. He gave good advice, like buy Apple, and stuff like that. He watched the news all the time, the nightly business report on PBS. I learned a lot watching that with him, even if I didn't want to at the time. I remember one time he saw me watching The Simpsons, and he said, "Why are you wasting time watching cartoons? You should be watching the news." And I was 8 years old. But no, he was right. I probably should have been watching 16 Minutes or something. And I know a lot of people have already mentioned it. Dad was, I guess you could call him a farmer. I don't know if it was a hobby or more of an obsession. I know a lot of people here helped out in the yard, and people love his mangoes. It was a lot of hard work. A lot of hard work. But also provided a lot of good food and good memories. I think the proudest he ever was of me as a kid was when I learned from him how to perfectly pull a cup of tree out of the ground without breaking the roots. There's a method to it. You have to rock it back and forth, and pull it out, and if you do it with just the right amount of force, you won't break it. You'll get dirt all over everything. I'll never forget the smile on his face when he said that. I got good at that. Good grades were fine, but he loved that unbroken cup of root. Sometimes I go into the backyard and find random Malayali tourists there from New York or Chicago, just looking around, amazed to see this piece of Kerala somehow existing in Florida. And often people we didn't know, like it was on some list of tourist attractions for Malayalis in South Florida. But if Dad was home, he would always greet them. They'd never leave empty-handed, of course. But that was his passion, growing his own fruits and vegetables from seeds he brought over from the home trees in Kerala, sharing them with his family, his friends, neighbors, random visitors. He got so much joy out of that, as people have mentioned already, and I think that's something for which, another thing he'll always be remembered for. His garden ultimately was a reflection of his work ethic. I never met harder, a more intelligent worker in my life. I never will. That might be the greatest lesson he taught all of us. Example of his work ethic. Through that, he gave all of us here so many of the tools to succeed. His work ethic, his iron will. It was like 5'3", 125 pounds of iron. I think that's why he stayed so strong these past 9 years. He's remained really active. He was able to spend quality time with his family and friends. He's traveled around the world, all over the place.
Nothing could really beat him. The disease didn't beat him. He lived a full life. I think a lot of you maybe have had the same impression when talking to him in recent years, and he probably will agree. I mean, I could tell from things he said over the last couple of years that he was at peace with his life and his legacy. I hope that knowledge gives all of you some comfort right now, that it does for me. Even if we all loved him and we're going to miss him dearly. Anyway, thanks again to all of you for coming. It's a real tribute to his memory, and our family really appreciates it. God bless Dad, and God bless all of you. That was mainly from James Vathielil's side. From LCCG's side, there is another whole gang of people. But to represent the family, I just want to invite Josiedan, Josiedan Garden. Josiedan and LCCG's sister name, Mary Idil, Good evening, sisters, family, and dear friends. ഞാൻ പ്രാസംഗികനല്ല, എന്നാലും ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 37 വർഷമായിട്ട് വാത്തിരിൽ ഫാമിലിയെയും പ്രത്യേകിച്ച് ജെയിംസ് ചേട്ടനെയും അറിയാം. ഞങ്ങൾ LCGയുടെ സൈഡിൽ നിന്ന് ചന്തകുളം ഫാമിലിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ആണ് ഞാൻ എന്തുവാക്ക് പറയുന്നത്. ഞങ്ങളിവിടെ LCGയുടെ സൈഡിൽ നിന്ന് 7 ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. അതിന് കാരണഭൂതരായവർ LC ചേച്ചിയും ജെയിംസ് ചേട്ടനുമാണ്. ഞങ്ങൾ ഇവിടെ വന്ന് LC ചേച്ചിയുടെ വീട്ടിലേക്ക് ജെയിംസ് ചേട്ടൻ്റെ വീട്ടിലേക്കുമാണ് വന്ന് അവിടെ ഒരു കുറവുമില്ലാതെ സ്വന്തം കാലയിൽ നിൽക്കാറാകുന്നവരെ അവരുടെ കൂട്ടത്തിൽ താമസിച്ച് അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് മൂവ് ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള അഡ്വൈസും ഞങ്ങൾക്ക് തരാൻ ജെയിംസ് ചേട്ടൻ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നു. ജെയിംസ് ചേട്ടൻ പോസ്റ്റ് ഓഫീസിൽ ജോലിയായിരുന്നു എന്ന് ഇതിനു മുമ്പ് ജോഷി പറഞ്ഞു. ഞങ്ങളുടെ 2 സൈഡിൽ നിന്നുള്ള ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ 9 പേര് പോസ്റ്റ് ഓഫീസിലുണ്ടായിരുന്നു. 9 പേര് ബിക്കോസ് ഓഫ് ഹിം. അതൊരു ഫെഡറൽ ഗവൺമെൻറ് ജോലിയാണ്. ജോലി ഇച്ചിരി ഹാർഡാണെങ്കിലും വി ആർ ഓൾ എൻജോയിങ് ഡീസൻറ്റ് റിട്ടയർമെൻറ്റ് ലൈഫ് ബിക്കോസ് ഓഫ് ഫെഡറൽ എംപ്ലോയി. അതൊന്ന്. പിന്നെ ജെയിംസ് ചേട്ടന് യാത്രകൾ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒത്തിരി റോഡ് ട്രിപ്പ് കാനഡയിൽ ഒത്തിരി സ്ഥലത്തോടെ പോകുമായിരുന്നു. US കോണ്ടിനെൻ്റലിൻ്റെ നല്ലൊരു ശതമാനം ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. 23.5 ദിവസം ഒരു 15 പാസഞ്ചർ വാനിൽ 4 ഫാമിലി ഒന്നിച്ച് ഇവിടുന്ന് ഞങ്ങൾ അലാസ്ക പോയി തിരിച്ചു വന്നു. ജെയിംസ് ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടി. അത് കേട്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു, എല്ലാവരും ജീവനോടെയാണോ തിരിച്ചു വന്നത്, നിങ്ങൾ ഫൈറ്റ് ചെയ്തില്ലേ എന്ന്. പക്ഷെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. അല്പസ്വല്പമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ അപ്പം തന്നെ മറന്നു പോകും. എന്നാലും ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്ത് ജെയിംസ് ചേട്ടന് ഒത്തിരി ഇഷ്ടമായിരുന്നു യാത്ര ചെയ്യുന്നത്. 3 മാസം മുമ്പ് ടർക്കിക്ക് പോകാൻ ഒരു ഗ്രൂപ്പ് ടൂറിന് പോകാനായിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി പുള്ളി ബുക്ക് ചെയ്തതാണ്. പക്ഷെ ദൈവം അതിൻ്റെ സാഹചര്യം കൊടുത്തില്ല. അത് ആയിരുന്നു അവസാനം ഉള്ള യാത്രയുടെ. കഴിഞ്ഞ 20-23 വർഷം ഞങ്ങളുടെ ഫാമിലി എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഡിന്നർ കഴിച്ച് ഫാമിലി എല്ലാവരും, മക്കളും കൊച്ചുമക്കളും സിബ്ലിങ്സ് എല്ലാവരും കൂടി ഒരു വീട്ടിൽ കൂടി അത്താഴം കഴിച്ച് ഞങ്ങൾ കുറച്ചേരം ചീട്ട് കളിക്കുമായിരുന്നു. ചീട്ടുകളി ജെയിംസ് ചേട്ടന് ഒത്തിരി ഇഷ്ടമായിരുന്നു. പുള്ളി ഒരു തരത്തിൽ പറഞ്ഞാൽ പുള്ളി ഏറ്റവും എൻജോയ് ചെയ്ത മൊമെൻറ്റ്സുകൾ ഈ ചീട്ടുകളിയുടെ സമയങ്ങളാണ്. പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞങ്ങളങ്ങനെ കളിച്ചു.
കോവിഡ് കാരണം കഴിഞ്ഞ 2.5 വർഷമായിട്ട് അതിന് സാധിച്ചില്ല. പക്ഷെ ഒരു 6 മാസം മുമ്പ് പുള്ളിക്ക് വയ്യെങ്കിലും ഞങ്ങൾ പുള്ളീനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പുള്ളിയുടെ വീട്ടിൽ ഞങ്ങൾ 3-4 പേര് കൂടി പോയി മാസ്കൊക്കെ വെച്ചിരുന്ന് കുറച്ച് നേരം കളിക്കുമായിരുന്നു. അങ്ങനെ ഉള്ള ജീവിതമായിരുന്നു. ഇപ്പം അവസാനം ജെയിംസ് ചേട്ടനെ ആശുപത്രിയിൽ ആക്കിയതിന് ശേഷം പലപ്പോഴും കാണാൻ പോകാൻ ഇഷ്ടമില്ലായിരുന്നെങ്കിലും പോകാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇഷ്ടം ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഐ ഡോണ്ട് വാണ്ട് ടു സീ ഹിം സഫറിങ് ഇൻ ഒരു പെയിൻ. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ ട്രൂലി ബിലീവ് ചെയ്യണം ഹീസ് ഇൻ ഹെവൻ, സോ ഹി ഡോണ്ട് ഹാവ് എനി മോർ പെയിൻ. അത് തന്നെ ഞങ്ങൾക്കൊരു സമാധാനമായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് ജെയിംസ് ചേട്ടൻ്റെ മുഖത്ത് നോക്കി നിൽക്കാൻ, ആ മുറിയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും പറഞ്ഞ് ഞാൻ ഒന്നിലെ കുമ്പിട്ട് നിൽക്കുക, അല്ലെങ്കിൽ കണ്ണടച്ച് നിൽക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു സീ. അത്രയ്ക്ക് പുള്ളിക്ക് വേദനയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ പുള്ളിയുടെ എക്സ്പ്രഷനും എല്ലാം. ഏതായാലും അതിലെല്ലാം ഒരു ശമനമായി. ഒത്തിരി ഓർമ്മകളുണ്ട്. ഞാൻ ഒത്തിരി സമയം എടുക്കണില്ല. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ സംസാരിച്ചു. എനിവേ വി നെവർ ഗോയിങ് ടു ഫോർഗെറ്റ് ജെയിംസ് ചേട്ടാ. ഞങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ജെയിംസ് ചേട്ടനും എൽസി ചേച്ചിയും ഉണ്ടാവും, കുടുംബവും മക്കളും എല്ലാവരും. എല്ലാവർക്കും നന്ദി. Next we have a couple of special kind of a dedication from each side of the family. So from LCJG's side, all the nephews, every nephew and nieces, please come forward. They're going to say like a word or two each, like one memory from their experience. And if someone is not comfortable, just pass the microphone to the next person. Our twin sisters, Elsie, Auntie, Jerry, Jamie, Jelena, Arun, and all our family and friends. Today we come together to remember the life of our dear James uncle. My cousins and I speak on behalf of the Jennifer family, that's Elsie Auntie's side. James uncle was the patriarch of our family since we moved here. We've always had a special bond with James uncle. We have so many memories with James uncle, including Chitakali nights, road trips across the USA, and so many gatherings, especially Thanksgiving and sleepovers at James uncle's house. Personally, I'll miss James uncle's welcoming nature. Every time you'd come visit, he'd always cut up a fresh fruit and ask you how your life was. He always made you feel so special and important. James uncle, I'll miss your radiant smile. Elsie, Auntie, Jerry, Jamie, Jelena, Arun, Lucas, and Liana, we share in your pain, but we know he'll live on in all of our lives. Since we believe that Jesus died and rose, we also believe that God will bring him those who have died in Jesus. So, James uncle, until we meet again, we love you and may you rest in eternal peace. It's very difficult to say goodbye. James uncle was our foundation and anchor to our big family. And I'll always miss his cheerful smile, his iconic laugh, and that twinkle in his eye every time he saw you. He had a genuine happiness to see his family, and that was a rare quality. Although we're going to miss his physical presence, I know we're always going to have his presence in our minds and hearts every time our family gets together or has a celebration for Thanksgiving or a holiday. And I know we'll all fondly remember James uncle. James uncle, we love you so much. May you rest in peace. A memory that's been coming to mind the last few days is, as someone mentioned before, the Thanksgivings that we used to have at our Sandy and James uncle's house every year. He would always do that speech and tell the story of Thanksgiving and the pilgrims. And of course, we all know the meaning of Thanksgiving is to be thankful for everything that we have in our lives. And it's just a reminder to be thankful for the time that we had with James uncle.
through the highs and lows. We're always grateful. We'll miss you. Just want to share a quick personal memory of James Uncle. The way you pronounce my name. Usually everybody says my name Sean, you know, but whenever I walk into the house, I hear Sean. It's a different pronunciation than most that I get. So I'll miss that memory. James Uncle is survived by LCNT, Jamie, Jerry, Angelina. Whenever I look at you guys, I see James Uncle, so I know he's still around. James Uncle, the two things that I remember, first would be that you were so firm in your convictions. That was something so admirable about you. You could be in a room with 100 Democrats, but you would stand your ground, and you would also make your values known. You weren't intimidated, and you weren't trying to please anybody. That's something respectful about you. Thank you for setting that example of being firm in your convictions. The second beautiful memory I have with you is, I'm so thankful that I got to see you 2 weeks ago, and after we prayed, we sang, and even though you were in so much pain, you were singing with us, and it was just, like you were saying how comforting and soothing it was, so I'm thankful that I got to share that with you, and the fact that you enjoyed and loved music so much was beautiful. Uncle, I know I'll see you, and I'll see you in heaven, but in the interim, I hope that you can continue to pray for us and intercede for us. Please be assured of all our love and prayers for LCNT, Jerry, Jamie, Jelena, and the grandkids and Arun. Thank you so much, Uncle, for being an example. Thank you. I particularly remember how James Uncle would always begin his speeches saying thanks to God. Today, as we remember and celebrate him, I know many of us are thankful to God to have known him. He did so much for all of us that we can never repay, as everyone has said. Growing up, I spent so much time at James Uncle and Elsie house. They helped raise us and have always been present for us, for all of our life events. Some of our favorite memories, when we were on one of our road trips into the Smoky Mountains. His dance moves kind of blew us away. I also remember how competitive he was and surprisingly quick when we had our family basketball games during the summertime. His loss has really left an emptiness in our family that I know will be felt for the rest of our lives. Holiday gatherings, family occasions, and our beloved Jita Gully will never be the same without your presence, Uncle. Your quiet presence and welcoming smile. Your dance moves and the love you showed all of us will stay with us always. We love you and we'll miss you always. Hello everyone, my name is Simpson Scaria, part of this group of cousins that have spent the last 30 years sharing all these memories, road trips, Saturday evenings, and all of this together with James Uncle. I've known him as long as I can remember. So naturally, growing up, I was always at their house, and I loved going there because, you know, they had a pool and a basketball hoop, so it's, why not go there, right? But I especially love going there on Sundays because, you know, after church or CCD, we would go to McDonald's. And back then, they had the 39-cent cheeseburgers back then. So the first time that we went there, he asked me, how many do you want? I'm like, I only need one. And he looked at me real big-eyed. And then I didn't know if it was the glasses or what it was, but he just stared at me. He's like, you need to turn into a big boy. You need at least 3. And I was like, okay, is that no problem? Well, me and my wife Anita actually got to see him the Sunday before he passed away. And when I walked into the room, I saw him look at me and he gave a little smile and a little head nod. And I'm sure at that time, he was like, damn, he turned into a really big boy. So I'm just happy that we had all these memories to share with him. I loved him so much, we all did, and we will forever miss him. But Auntie, Jelena, Jamie, Jerry, Arun, we will always be here for you guys, no matter what. Thank you.
Before we gather the other side of the family, I just want to bring up Aaron, James Vathielil's son-in-law. Now all the nephews and nieces from the Vathielil family, we have 24 of them. Not everybody is here today. Please gather on this side. Please, Aaron. Hello everyone, thank you for all those who traveled from far and near to be here today. Mom and Dad are in the back, hello. I'm sure everybody here would agree that, James Vathielil is truly one of a kind. He was a hardcore Republican that was not afraid to tell you how he truly felt at any moment. He was a man of principle that worked really hard. He had a surprising knack for doing mental math that kind of sets him apart from doing business deals. He loved making a good deal. He was an entrepreneur who never stopped. But most importantly, he put his family above everybody else. And I hope I can be like him. When I'm in his situation now. He had a lot of successes in his life and some challenges. The same week that he retired from the post office where he worked for 30 years, he was diagnosed with cancer. He had multiple myeloma. Although he had multiple myeloma, it didn't define his life. I think just 2 to 3 weeks ago, he was teaching me how to properly use authority to fetch the furthest mango off the mango tree, and to teach my son Lucas how to type ABCs on the computer. So he was always wanting us to succeed and do better. He was a well-traveled man. He's blessed with 2 grandchildren and was surrounded by those who loved him as he passed. And he had a smile to the very end, like Simpson said. Thank you, Dad, for everything you've given me and my family. My kids and I are happy to have known you. Your lasting legacy in this world, we're honored to continue. Rest easy. Now all the cousins, nephews, nieces, please come forward. John Staten was kind enough to extend the time like a few more minutes. So the nephews, they're going to say like a word. If you don't want to say anything, just please, I want everyone's support here. Just come forward here. If you already said something, just pass the microphone. And if you are not comfortable to say something, just still pass the microphone. Then Jonathan is going to say the word of condolences. And we'll start with the prayer after that. Hello everyone. As I reflected upon James's impact on our lives these past few days, I realized that so many of the life lessons that I've learned, whether it was about personal finances, politics, academics, came indirectly from James' uncle, as he was the one who taught my parents pretty much everything they know about living life in the U.S. I remember being in my college dorm once talking to my friends, who by the way knew Uncle by name because I used to take a few mangoes up after spring break. And we were talking about our favorite holiday, and I immediately said Thanksgiving. It was then that I realized that Thanksgiving is not commonly a favorite holiday for first-generation Americans, but in our family it was pretty common. There was some type of intangible magic that came with that day every year, and a lot of that credit goes to James and Elsie. Him and Elsie always opened up their home with so much love and excitement. As everyone mentioned before, we were always so excited for Uncle's annual Thanksgiving speech. Thanksgiving will always be my favorite holiday, and I hope that we continue to honor him every year when we celebrate. As my dad said before, I live like 5-6 streets down from James's house, so more than half my childhood is like my mom would go to work, so it'd be me, my dad, my sister. I'd ride to James's house, and as soon as you enter there, there would be Uncle sitting at the corner, and pile of mail, and
smart, so intelligent, always had an answer for everything, so witty. I feel like we should always try to be like him, work so hard to bring all of us here today and all our families. He's the reason we're all here, and we're all doing amazing, and we're all following his footsteps and trying to work as hard as we can, because he showed us that hard work can make us go far in life. He always had the biggest smile and always, would always inspire us to do better and always ask about our education and how we're doing, and always, always he loved giving things to others, and that's why he wanted to see the best in each of us, and which is why whenever he came to his house, he had so much fun and everything to give to everyone, because he had such a big heart, and we're really going to miss him. When I think of James Uncle, I mostly think of fruits. That's my dad said. Me and my sister, we lived really close to him. We would either walk or bike. Even if it was for like a little bit, we would at least go to James Uncle's house every weekend. He would either be outside checking on his mango tree or watering his plants. But he would always give us anything we needed, whether it was fruits, money, anything. And he was such a very giving person, and that's probably one of his greatest qualities, I'd say. And James Uncle, we love you and we're going to miss you. And Sandy, Jamie, Jelena, and Jerry, and Aaron, please know that we're going to be there, and if you guys ever need anything, we're all one phone call away. A lot of people don't know this, but James Uncle was my first employer, actually. He was the first one to offer me a job, and I thought it was going to be nice, simple stuff, but I ended up waking up at 9, compacting the new house, and then he taught me punctuality, because he said get there at 9, I got there at 9:15, so I didn't get paid for the hour, so I made sure after that every day I got there in time to make sure I'd get paid for the hour. But Uncle always was so nice about it. After every hour he would offer me some mangoes or something to cool me down, or he'd always have like some chocolates or any fruit just lying around. He'd be like, oh yeah, like if you're tired, just pick a mango off the tree and just eat that. Yeah, Uncle taught me responsibility and how to be a good hard worker. Yeah, I would get tired, but then I wouldn't want Uncle to think I'm tired because he's always watching me, always standing right beside me. So every time Uncle would turn around for a second, I would start getting a little break. But he was always there to help me out, give me water and everything. But Uncle was always the strongest person, maybe I've ever met, because I'd always hear like, oh, Uncle's getting sick, Uncle's in some pain, but I always go there and Uncle would be completely fine. And I'd be like, oh, okay, he's fine, yeah. But, and always, like I think everyone said, he's always giving out mangoes and any fruit. You can't leave there empty-handed. You go there with nothing, you come back with 2 bags full of fruits. And it would just be any fruit ever. You might not have even heard of the fruit. Some fruit he would be giving you, whether it's mangoes or jackfruits, or some fruit in India that he got somehow. And yeah, he was, no matter how much pain or anything he was in, he would always be able to, he would always come and sit down, always talk to you, and he would always offer you anything you want. And like everyone said, he created this legacy of our family when he first came to America and brought all of our uncles and aunts here, and then created this huge event of Thanksgiving where, like, if you look at the family pictures, it's like 300 people just in this picture, and we'd always play games and everything, and none of this would be able without him. And all the family, all the speeches he would give, the speech he'd give at Thanksgiving, everything he would say, all the weddings and everything, it would always be very, very memorable. Yeah, I remember it's really only me and David were tall now, and after I got tall, he would call me over, and I'd spend hours just picking the mangoes, the top ones, because he couldn't reach them anymore. So he would ask me if everyone else would be inside eating or something, or drinking juice, and I would be outside helping. I'd be like, oh, give me that one, and start pointing up. And I would be the only one to get it. But I always loved helping Uncle, though, because it gave me more time to talk to him. And as everyone said, like,
You could talk about business or politics, and he would never be demeaning about it. He would always talk to you as if you were equal with him. And if you didn't know anything, he would inform you. He would help you understand whatever you didn't understand. So for that, I would always thank him. I'm always grateful for him as a person, and as a family member, and as a friend. Thank you. ജെയിംസ് അങ്കിളിനെ പറ്റി പറയുവാണെങ്കിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് മോസ്റ്റ് വെൽക്കമിങ് പേഴ്സൺ. അതിന് ഉത്തമ ഉദാഹരണമാണ് അവരുടെ ഗരാജ് എപ്പോഴും ഓപ്പണാണ്. അതുപോലെ ആ ഡോർ. ഇതുപോലെ എനിക്ക് തോന്നുന്നില്ല, ഞങ്ങളിവിടെ വന്ന് 99 വന്നതാണ്. ഒരു പ്രാവശ്യം പോലും കോളിംഗ് ബെൽ അടിച്ചാൽ വീട്ടിൽ കയറിയിട്ടില്ല. ആ ഡോറും ആ ഗരാജും ഓൾവേസ് ഓപ്പണാണ്. അതുപോലെ തന്നെയാണ് അങ്കിളും. അങ്കിളെ really miss you. We love you. All right. You guys can go back. Thank you. ജോണച്ചനുമായിട്ടുള്ള ബന്ധം നമ്മുടെ വാത്തിയൽ ഫാമിലി, ഇവിടെ ഇരിക്കുന്ന പല ഫാമിലിയും എൻ്റെ കുട്ടികളിലൂടെ ഉണ്ടായി. അവരെല്ലാം 4-5 വയസ്സുള്ള കിടന്ന അച്ഛനോടെ ഉണ്ടായിരുന്നു. ആ പിള്ളേർ ഇപ്പോഴും പറയും എൻ്റെ കല്യാണത്തിന് അല്ലെ അവരുടെ കല്യാണത്തിന് വിളിക്കേണ്ടത് ജോണച്ചനെയാണ്. അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആണ്. അച്ഛൻ ഇതിനു വേണ്ടി അവിടെ നിന്ന് വന്നിരിക്കുകയാണ്. അച്ഛൻ പ്ലീസ് കം ഫോർവേഡ്. അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് മെമ്മറീസ് പറയാനുണ്ട്. പ്ലീസ് വെൽക്കം ജോണച്ചൻ. താങ്ക് യു ഫോർ കമ്മിങ്. Thank you, Julian. It is my honor to see Jerry, Jamie, Jelena, and all the extended families. ഇവിടെ നിൽക്കുക 2003 മുതലുള്ള എൻ്റെ ഓർമ്മകളാണ്. ഞാൻ ഇടവയിൽ വരുമ്പോൾ 95 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടുള്ള ആ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഈ ഇടവയിൽ വാത്യാലിൽ ഫാമിലി എന്ന് പറയുന്ന വലിയ കുടുംബം ഒരു വടവൃക്ഷമായിട്ട് ഈ ഇടവയിൽ പ്രവർത്തിക്കാനുണ്ടായിരുന്ന സന്തോഷമുള്ള കാര്യമാണ്. എൽസിയും ജെയിംസ് ചേട്ടനും രണ്ടുപേരും അടങ്ങുന്ന ഒരു മേട്രിയാർക്ക് ആൻഡ് പേട്രിയാർക്ക് ഫാമിലി. അവരുടെ ലെഗസി എന്ന് പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് പങ്കുവച്ച് കേട്ടായിരുന്നു. ബ്രദേഴ്സും സിബിളിങ്സും ഫ്രണ്ട്സും നെഫ്യൂസും നീസസും ഒക്കെ പങ്കുവച്ച് ഒരുപാട് കേട്ടു. ആ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. എല്ലാവരെയും കൊണ്ടുവന്ന ജെയിംസ് ചേട്ടനും എൽസിയും നോക്കിയിട്ട് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലൈഫിൽ മുന്നോട്ട് പോയ ഫാമിലിയാണ്. ആദ്യം വന്നൊരു ഫാമിലി ആണെങ്കിലും പിന്നീട് വന്ന പലരും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിതെങ്കിലും ജെയിംസ് ചേട്ടൻ എൽസിയും സിമ്പിളായിട്ട് എനിക്ക് തോന്നി അവിടെ ഉള്ള കാലങ്ങളിലൊക്കെ രണ്ടുപേരും വലിയ ആഘോഷമായ വസ്ത്രം ധരിച്ച് ഞാൻ വലിയ കണ്ടിട്ടില്ല. പഠിക്കും വളരെ ലളിതമായ വസ്ത്രധാരണവും ലളിതമായ ജീവിതവും ലളിതമായ ശൈലിയും. ആ ശൈലി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് ഇവിടെ വന്ന് ഈ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഇവിടെ പങ്കുവെച്ച് വിശേഷങ്ങളൊക്കെ കാരണം. ഞാനിവിടെ വന്ന ഉണ്ടായിരുന്ന 5-6 വർഷങ്ങളിലൊക്കെ 6 വർഷങ്ങളോളം എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. 5.5 വർഷത്തോളം. ആ വർഷങ്ങളൊക്കെ എൻ്റെ ഇടത്ത് വലതുമായിട്ട് നിന്ന് ഈ കുടുംബങ്ങളിൽ ഓരോരുത്തരും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടവയുടെ വളർച്ചയിൽ അത്യപൂർവമായൊരു ഇംപ്രഷനും പ്രസൻസും സാന്നിധ്യം പങ്കുവയ്ക്കാൻ കഴിഞ്ഞ കുടുംബം. അതുകൊണ്ടാണ് ഞാനിന്ന് ന്യൂയോർക്കിൽ നിന്ന് ഓടി വന്നതോടെ ജെയിംസ് ചേട്ടൻ പോയ വിശേഷം കേട്ടപ്പോൾ ഒന്ന് കാണണം പോകുന്നതിന് മുമ്പ്, അതിനുശേഷം അടക്കം ചെയ്യുന്നതിന് മുമ്പ്. നമുക്കറിയാം ജീവിതം തമ്പുരാന്റെ ദാനമല്ല. ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ഗിഫ്റ്റ് ടു ലൈഫ്. The month of November is a month of remembrance. All the remembrance are here. We remembered all the saints on number first. We remembered all the souls in purgatory, number 2nd. We are going to remember all the pilgrims and all the Native Americans on Thanksgiving Day, thanking them for the wonderful life they have left behind. So we are here today in the remembrance of James Vathielil. He is a legacy. He was a legacy. He has imprinted a lot of impressions on the life of the children and grandchildren and great-grandchildren. That is what we need to. Even though you remember him today, we have to take something from him. Carry on the baton in our hands. Continue the great legacy he has left behind.
providing and protecting and following the great examples of faith and friendship. ഇവിടെ ഉള്ള എല്ലാ വർഷവും ഒന്നിച്ചു കൂടുന്നവരുടെ താങ്ക്സ് ഗിവിംഗ് ഗ്യാതറിംഗും മറ്റെല്ലാം ഒരുമിച്ച് കൂടുതലൊക്കെ ഞാൻ എന്നും പോകാറുണ്ട്. എല്ലാ വർഷവും ഉണ്ടായിരുന്ന കാലങ്ങളിലൊക്കെ അതൊരു വലിയ കൂട്ടായ്മയാണ്. ഈ ഇടവകയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന പല കുടുംബങ്ങളും അന്ന് ജെയിംസ് അങ്കിളും എൽസി ചേച്ചിയും കൂടി കൊണ്ടുവന്ന കുടുംബങ്ങളാണ്. They became pioneers to the country and opened the door for every and most of the families here to come, establish here life together, enjoy the life together as well, and bringing them what a legacy he has left behind. അതൊരു വലിയ ഇംപ്രഷനായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഓർക്കുന്ന ഞാനൊരു എവിടെയോ പണ്ട് വായിച്ചൊരു പോം ഓർക്കാണ്. Those who love, those we love, they never go away, they walk beside us, unseen, unheard, still loved, still missed. And they are very dear to us. Don't write your name on the sky because the wind will blow it away. Don't write your name on the sand because the waves will wipe it away. Write the name on the hearts of the people that will stay forever. When the tomorrow starts without me, here is in this world, I am sure that I shall start a new day in eternity with the eternal God, my Lord. What a beautiful poem that I always cherish to reflect when the people pass from this world. I know he has gone from us, but his spirit, his presence, smile, openness, and welcoming mentality is always there. ഈ ഇടവകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൽസിയാൻ്റെ എനിക്കറിയാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന കാലം മുതൽ കൊയറിൻ്റെ ലീഡറാണ്. കൊയറിൻ്റെ ലീഡർ എന്ന് പറയുന്നത് മാത്രമല്ല, ഇവിടെയുള്ള ലേഡീസ് ഫോറത്തിൻ്റെയും മറ്റുള്ള സഹോദരങ്ങൾ മദേഴ്സ് ഫോറത്തിൻ്റെയൊക്കെ ഒരു വലിയ ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കുകയും ഒരിക്കൽ പോയി പാട്ട് പാടാത്ത എൽസിയാൻ്റെയാണ് ഞാൻ കൊയർ മാസ്റ്ററാക്കി തുറക്കുന്നുണ്ട്. അവാർഡ് കൊടുത്തിട്ട് ഞാൻ പോകുന്ന സമയത്തൊക്കെ. എന്നാലും ആ ഒരു ലാളിത്യത്തിൻ്റെ സിമ്പിളാണ് എൽസിയാൻ്റെ എനിക്കറിയാം. അത് ജീവിതത്തിലുണ്ടായിരുന്ന പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും ഒന്നിച്ച് ചേർക്കാനും ഒന്നിച്ച് കൊണ്ടുപോകാനും എനിക്കറിയാം. ഇവർ പറഞ്ഞല്ലോ, ജോസൊക്കെ പറഞ്ഞല്ലോ, അവർ യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ജോസ് ഒരു പോലീസുകാരനായിരുന്നു. എനിക്കറിയാവുന്നറിയാം. ഒരു പോലീസ് കൂടി ഉണ്ടായിരുന്നാണ് കുറേയൊക്കെ എന്നാലും കുഴപ്പമില്ല, ഒരു കമ്പനി ഉണ്ട്. ഏതായാലും ജെയിംസ് അങ്കിളിന്റെ സാന്നിധ്യം ഒരുപാട് ഇൻസ്പയറിംഗ് ആണ്. അത് ആ സാന്നിധ്യം എൽസിയാൻ്റെ സാന്നിധ്യം അവരുടെ ഒരു മെട്രിയാർക്കൽ ലീഡർഷിപ്പ്, അതാണ് അവിടെ ഈ ഇടവകയുടെ ഒരു ശക്തി. അത് ഒരുപാട് നന്ദിയോടെ ഓർക്കുന്നു. വി ആർ ഗോയിങ് ടു മിസ് യു, ബട്ട് വി ഹാവ് ടു ക്യാരി ഓൺ. അവർ ലൈഫ് ഇസ് എ ബ്ലെസ്സിങ് എവറി ഡേ, എവറി മൊമെന്റ്. Something we have to take from the parents and grandparents. Even though he has gone from here, he is going to eternity. As Jesus said, I am going to prepare a place for you. He has gone not to be idle there. He will be praying for us, interceding for us. He will be praying for us to come to eternity as well, as we are in the journey of faith to go to heaven. Our legacy of Christian life, our legacy of Catholic life, our legacy of faith is to reach eternity. As St. Paul says, I consider everything of my past, of my privileges, as a rubbish to achieve eternal bliss that I am hoping to achieve every day. Our faith ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന സന്തോഷം. ഞാൻ ഒരുപാട് തിരുപ്പി എല്ലാ സമയം വൈകിയതുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ പ്രതി പ്രാർത്ഥിക്കാം. ഈ കുടുംബം ഈ ഇടവയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും എനിക്ക് വ്യക്തിപരമായി നടത്തുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്ദി ഓർക്കുന്നു. I am really proud of the great legacy he has left behind. Thank you, Elsie. Thank you, James Uncle, for everything what you have done, contributed to the parish by bringing all the families together as they are sharing to both sides, only not one side. ഒരു ഐറോണിക് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ഫാമിലികളിലേക്ക് മിക്കവാറും രണ്ടാമത്തെ മക്കളാണ് പല ഫാമിലികളും പല സ്ഥലത്തും കണ്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഞാൻ ഡാളസിൽ, മയാമിയിൽ, അല്ല ഇവിടെ മയാമിയിൽ, ഫിലഡൽഫിയയിൽ, ന്യൂയോർക്കിലേക്ക് വർക്ക് ചെയ്തിട്ടുള്ളൂ. അവിടെയുള്ള എല്ലാ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ അമേരിക്ക ആദ്യം വന്നിട്ടുള്ള മിക്കവാറും സെക്കൻഡ് വണ്ണാണ്. അതൊരു വലിയൊരു ഐറോണിക്കായിട്ടുള്ള കാര്യം കണ്ടിട്ടുള്ളത്. പല കുടുംബങ്ങളിലും പയനിയേഴ്സായിട്ട് വന്നിട്ടുള്ള ആളുകൾ അവരാണ് ഇവിടെയുള്ള മറ്റെല്ലാ ഫാമിലിയും കൊണ്ടുവരാൻ ഇടയായിട്ടുള്ളത്. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ജെയിംസ് രണ്ടാമത്തെ സെക്കൻഡ് the family, he brought almost everybody here to this family. What a blessing that we can enjoy. And I'm sure, I pray that he will be in eternity with the Lord, enjoy the blessings of the Heavenly Father, and also be prepared for us to reach there again, as he did to come to this country, to Heavenly Garden. We can all enjoy His presence and
beauty. God bless. I wish you all the best. And also Elsie and Jamie and Jerry and Jelena and Arun. നിങ്ങളുടെയൊക്കെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഈ ഇടവേളയുടെ മുൻകാലത്തെ വികാരി എന്ന നിലയ്ക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും പ്രാർത്ഥനയും അനുശോചനത്തിന് വേണ്ടി ഇന്നത്തെ കുർബാനയുടെ പ്രത്യേക സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാളെ എനിക്ക് വേണ്ടുള്ള ശനിയാഴ്ച നിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ നാളെ രാവിലെ പോകും. എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. വില്ലേച്ചി അല്ല കൊച്ചേച്ചി ഓർമ്മ ചാച്ചനൊക്കെ എന്നാ ആ വില്ലേച്ചി കൊച്ചേച്ചിയാണ് കൊച്ചാണ് വില്ലേച്ചിയുടെ വിളിക്കുന്നത്. Thank you. And also my condolences to prayers to Jane and Joshi and Jancy, and also all the siblings and extended families too. God bless. And Jojo. Jason. Sorry. I am condolence and prayer. God bless you. Almighty loving to be thank you for bringing all of us together this evening before, especially the beautiful remembrance of James and River. We are given to this family as a blessing, who have given as a blessing to the family, as an instrument in your hands to bring all these families together here and bless him and all those who are related to his life, especially in the remembrance of James and River, all the bereaved families, his extended families, your consolation and comfort, that your son enjoy eternal life with the Heavenly Father, which you have promised to all who come to believe in you. Almighty God bless you all, the Father and the Son and the Holy Spirit. Amen. Please be seated. We're going to have the weaving right after the wake service. So if we can just go. No, you continue. Please stand for the prayer. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയത്ത് നിന്ന് നിങ്ങൾ ഇന്ന് ഉച്ചൊരു 5 മിനിറ്റ് ഒന്ന് നിൽക്കണേ. പ്രാർത്ഥന കഴിയില്ല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഈ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയെപ്പോഴും നീക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ കർത്താവെ, ഞങ്ങൾ ആരാധിക്കുന്നതിന്റെ കാര്യത്തിൽ മകനീയമാനത്തിന്റെ ഗുണശക്തി സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചുറപ്പിക്കുന്ന അങ്ങേ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടി തുല്യമാകുന്നു, വലിയ പുഷ്പം പോലെ അത് വിരിയുന്നു. താനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ പിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വസ്തനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുലരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയുടെ ദിനവിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിറത്തണമേ. നല്ലവരത്തു വലം പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും വിശ്വസിച്ച് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നമ്മൾ പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി എന്ന് പറയുന്ന മരിച്ചവരെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് നാം ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാൻ അധികാരവും നൽകിയിരിക്കുന്നു. നിങ്ങളിത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറിലുള്ളവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ നിങ്ങളെ സൃഷ്ടിക്കുകയും അതിൻ്റെമായ കൃപയാ രക്ഷിക്കുന്ന മിശിഹായ അങ്ങേ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാനെങ്കിൽ പരിശുദ്ധ ദൂതന്മാർ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇറങ്ങിയ മൂല്യമായ രക്തത്തിൽ രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവപുറക്കുന്നോ മിശിഹാന്റെ ദാസന്റെ ആത്മാവ് കൊടുക്കുകയും അയാൾ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസമാണ്. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഈ പരിശുദ്ധാത്മാവായ സർവശക്തി
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും ആകാശത്തിൽ ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവാന്മാർ വ്യത്യാസ്യമങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മരണം വരുമൊരു നാളോർക്കുകമർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുകമർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുകമർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും വകയോടെ സതതമേട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുകമർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയിലും അറിയാതെ ഈ ദാസജീവിതങ്ങളെല്ലാം മോചനം നൽകി നീതിമാവസ്തുതിയോടെ പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹത്തേക്കുള്ള പ്രാർത്ഥനയോടെ സമാപിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ ദീർഘ വിശുദ്ധ കുർബാനയോടുകൂടെ സർവീസ് നമ്മൾ ദേവാലയത്തിന് തുടരുന്നത്. If anyone wants to see James Vathielil, please come forward. And after we finish, I need some help to move these flowers to another location, please. If someone can help us, that would be great.
Here, come, let's go.